പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് ഡ്രോപ്സിലേക്ക് ഏവർക്ക് സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ചിന്തയ്ക്ക് നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനം 42 അതിൻ്റെ 1-ാമത്തെ വാക്യം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഈ കോരഹപുത്രന്മാരുടെ ഒരു ധ്യാനം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് ഒരു നിമിഷം നോക്കാം, ആരാണ് ഈ കോരഹ്? ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ ഇസഹാരിൻ്റെ മകൻ കോരഹും രൂബേൻ ഗോത്രത്തിൽ ഏലിയാവിൻ്റെ പുത്രന്മാരായ ദാദാൻ, അബീരാം, പേലേത്തിൻ്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേലിന് എതിരായി, അതായത് അഹരോനും മോശയ്ക്കും എതിരായി പിറുപിറുക്കുവാനിടയായി. അവർ ഇവർക്കെതിരായി പിറുപിറുത്തപ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ യഹോവയുടെ കോപം ഇവരുടെ മേൽ ഇറങ്ങുവാനിടയായി. അങ്ങനെ മത്സരിച്ച് കോരഹിനും അഹരോനും എതിരായി മത്സരിച്ച ഈ കോരഹിനെ ദൈവം ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഇത് കണ്ട് ഭയപ്പെട്ട തൻ്റെ മക്കളാണ് ഈ 42-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. എന്താണ് പറയുന്നത്? മാൻ നീർത്തോടിൽ ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അതായത് പിതാവും കൂട്ടുകാരും ചെയ്തത് കണ്ടു ഭയപ്പെട്ട അസൂർ, എൽക്കാന, അബിയാസാബ് എന്നീ 3 പുത്രന്മാർ അവർ ദൈവത്തെ ഭയന്നും ദൈവത്തോട് അടുക്കുവാനിടയായി. അവർ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാടുന്നവരായിത്തീർന്നു. അപ്പോൾ അവരെഴുതിയ ഗാനമാണ്, ശരിക്കും സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ പാട്ടാണ്. ഹല്ലേലൂയ. അവരെഴുതിയ ആ പാട്ടാണ് 42-ാം സങ്കീർത്തനം. അതായത് ഒരു മാൻ നീർത്തോടിൽ ചെല്ലാൻ കാംക്ഷിക്കുന്നതിന്, പ്രിയ സഹോദരങ്ങളെ, ഒരു വനാന്തരത്തിലുള്ള ഒരു മാൻ വെള്ളം കിട്ടാതെ ദാഹിച്ച് അത് ഓടുമ്പോൾ അത് എന്താണ് നോക്കുന്നത്? ഒരു അരുവി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അത് നോക്കി നോക്കി ഓടുകയാണ്. അത് നോക്കി ഓടുമ്പോൾ തന്നെ അതിന് ഭയമുണ്ട്. 2 സൈഡിലേക്കും അത് നോക്കും, എന്തെങ്കിലും എതിർ ശബ്ദം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും വന്യമൃഗങ്ങൾ അതിനെ ആക്രമിക്കാൻ വരുന്നുണ്ടോ. അത്ര വളരെ ശ്രദ്ധയോടെ നോക്കി നോക്കി അത് വെള്ളത്തിനായി ഓടി ഒരു അരുവിലേക്ക് ചെന്ന് ആർത്തിയോടെ അത് വെള്ളം കുടിക്കും. അതുപോലെയാണ് പറയുന്നത്, ദൈവത്തോട് ചേരുവാൻ ഞങ്ങൾ ആകാംക്ഷിക്കുന്നു. അത്ര ഒരു വാഞ്ച, ആ ഒരു ദൈവത്തോടുള്ള സ്നേഹം. പിതാവിന് വന്ന ദാരുണമായ അവസ്ഥ കണ്ടപ്പോൾ ഈ പ്രിയ മക്കൾ നിലവിളിക്കുകയാണ്, പിതാവേ, ഞങ്ങൾ അങ്ങോട്ട് ചേരും. ഒരു മാൻ ഏത് രീതിയിൽ നീർത്തോട് കാണുവാൻ, അല്ലെങ്കിൽ നീർത്തോട് കണ്ട് വെള്ളം കുടിക്കാൻ ഹാലിലെ ഓടുന്നുവോ, ശരിക്കും ഒരു വേഴാമ്പല് മഴയ്ക്ക് വേണ്ടി കാത്തിരുന്ന് മഴ വന്നപ്പോൾ അത് വെള്ളം കുടിക്കുന്നത് പോലെ, ഒരു മാൻ നീർത്തോടിൽ ഓടി എത്തുന്നത് പോലെ ഞങ്ങളുടെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഹല്ലേലൂയ. എന്നെ ശ്രവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം എത്രത്തോളം ഭയപ്പെടണം ദൈവത്തെ. ഹല്ലേലൂയ. ആ ദൈവത്തോട് ചേരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു. ഈ നല്ല സമയത്ത് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, നാം ഓരോ നിമിഷവും ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്, ഈ അന്ത്യകാലമായതിനാൽ നമ്മുടെ സമയം തക്കത്തിൽ നാം ദൈവസ്ഥനെ ഉപയോഗിക്കേണ്ടതായിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, ലോകത്തിലെ എല്ലാ തലമുറകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അനേക കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി പോകുമ്പോൾ നാം അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക എന്നുള്ളത് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, ഉത്തരവാദിത്തമാണ്. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, നാം ദൈവത്തോട് അടുത്തിരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആ ദൈവത്തെ ഒരിക്കലും നാം നിരസിക്കാതെ വേണം, ആ ദൈവത്തെ തള്ളിപ്പറയാതെ വേണം. ദൈവത്തിൻ്റെ കോപം പിടിച്ചു പറ്റാതെ നമുക്ക് മുന്നേറാം. ദൈവകരങ്ങൾ സമർപ്പിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകട്ടെ. നാം വിശ്വസ്തയോടെ ദൈവസന്നിധിയിലായിരുന്നാൽ അവൻ നമ്മെ ഒരു നാളും കൈവിടിയല്ല, ഉപേക്ഷിക്കുമെന്ന വചനമുണ്ടല്ലോ. രോഗികളായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ അടിപ്പിനാളുടെ സൗഖ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു, തിരുകരത്തിൽ സമർപ്പിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.